ആനുവൽ എക്സാം ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ പ്രവർത്തനം 11 വായിക്കാം, പാടാം, എഴുതാം. ഇവിടെ കൂടുകളെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. തെങ്ങിന്മേലൊരു കൂടുണ്ടേ, കാണാൻ ചേലുള്ള കൂടാണേ, ഇലയും നാരും ചേർത്ത് തുന്നിക്കൂട്ടിയ കൂടാണേ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അടുത്തത് നമുക്ക് ചിത്രത്തിൽ എന്താണ് തേനീച്ചക്കൂടാണ് തന്നിരിക്കുന്നത് അല്ലേ. ആ തേനീച്ചക്കൂടിനെ കുറിച്ചിട്ട് പാട്ടുണ്ടാക്കി എഴുതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മരത്തിന്മേലൊരു കൂടുണ്ടേ, കാണാൻ ചേലുള്ള കൂടാണേ, മെഴുകുകൊണ്ടുണ്ടാക്കിയ കൂടാണേ, അങ്ങനെ എഴുതാം കേട്ടോ. അടുത്തത് മാത്സിൽ നിന്നുള്ളൊരു ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി 12 നോട്ട്സ് ആൻഡ് കോയിൻസ്. ഹൗ ഡിഡ് ദേ ഗിവ് ദ മണി യൂസിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്? അവർ കാശ് നോട്ടായിട്ടും കോയിൻസും ആയിട്ടും എങ്ങനെയാണ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സ്ക്വയർ ഷേപ്പിൽ കൊടുത്തതാണ് നോട്ട്സ്, സർക്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടില്ലേ അതാണ് കോയിൻസ് എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് മനു നോട്ട്ബുക്ക് ₹23 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 23 റുപ്പീസ് മനു ഏതൊക്കെ നോട്ട്സും കോയിൻസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഒരു നോട്ടും 2 കോയിൻസും ആണ് അല്ലേ. അപ്പൊ എങ്ങനെ വരാം? ഒരു നോട്ടാണെങ്കിൽ 20 ഒരു നോട്ട് എടുക്കാലോ. പിന്നെ 3 റുപ്പീസ് എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാം? 2ഉം 1ഉം ആയിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ 2 കോയിൻസും ഒരു നോട്ടും ആയല്ലോ, അങ്ങനെ ചെയ്യാം. അടുത്തത് മിന്നു ആണ്. മിന്നുവിന് പെൻസിൽ ബോക്സ് ₹45 ആണ് അല്ലേ. അപ്പോൾ ₹45 2 നോട്ട്സ് ആയിട്ടും 1 കോയിനും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 45 റുപ്പീസ് 2 നോട്ട്സ് ആയിട്ടെന്ന് പറയുമ്പോൾ 20യുടെ 2 നോട്ട്സ് എടുക്കുക. അപ്പോൾ എത്രയായി? 40 ആയി അല്ലേ. പിന്നെ ഒരു കോയിൻ എന്ന് പറയുമ്പോൾ 5ന്റെ ഒരു കോയിൻ കൊടുക്കുക അല്ലേ. അടുത്തത് ജേക്കബ് ആണ്. ജേക്കബ് പെന്നാണല്ലേ വാങ്ങിയിരിക്കുന്നത് ₹15. അപ്പോൾ ഈ 15 റുപ്പീസ് 2 നോട്ട്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെ നോട്ട്സ് ആവാം? 10 റുപ്പിയുടെ 1 നോട്ടും 5 റുപ്പിയുടെ 1 നോട്ടും ആയി കഴിഞ്ഞാൽ 15 റുപ്പീസ് ആയല്ലോ. 2 നോട്ട്സ് ആയിട്ട് അങ്ങനെ കൊടുക്കുക അല്ലേ. അടുത്ത് നോക്കൂ. മിനി ബോട്ട് എ പാക്കറ്റ് ഓഫ് ക്രയോൺസ്. ഷീ പെയ്ഡ് ₹13. ഹൗ ഡിഡ് ഷീ ഗീവ് ദ മണി യൂസിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്? മിനി ഒരു പാക്കറ്റ് ഓഫ് ക്രയോൺസ് വാങ്ങി. എത്ര രൂപയാ പേ ചെയ്ത്? ₹13 ആണ് കേട്ടോ. ഏതൊക്കെ നോട്ട്സും കോയിൻസും ആണ് അവള് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് കേട്ടോ ചോദ്യം. അപ്പൊ നമുക്കിവിടെ 2 വേസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. 2 രീതിയിൽ അത് നമുക്ക് പേ ചെയ്യാം. ഒന്ന് കാണിച്ചതൊക്കെയാണത് എന്താ നോക്കൂ. ഒരു നോട്ടും 2 കോയിൻസും ആയിട്ടാണ് ഈ 13 റുപ്പീസ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് 2 നോട്ട്സും 2 കോയിൻസും ആയിട്ട്. 1 നോട്ടും 2 കോയിൻസും 13 റുപ്പീസ് എങ്ങനെ കൊടുക്കുക? 1 10 റുപ്പി നോട്ടും 2ന്റെ 1 കോയിനും 1ന്റെ 1 കോയിനും. അപ്പൊ 13 ആയല്ലോ. അടുത്തത് എങ്ങനെയാ? 2 നോട്ട്സും 2 കോയിൻസും ആയിട്ടാണല്ലേ ഈ 13 റുപ്പീസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യാം? 5ന്റെ 2 നോട്ട്സ്. 5ന്റെ 2 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 10 ആയി. ദെൻ കോയിൻസ് എങ്ങനെയാ? 2ന്റെ ഒരു കോയിനും 1ന്റെ ഒരു കോയിനും കേട്ടോ. അടുത്തത് പ്രവർത്തനം 13 വാഹനങ്ങളാണ്. ചിത്രം നോക്കി വാഹനത്തിന്റെ സവിശേഷതകൾ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വാഹനങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. കാറുണ്ട്, തോണിയുണ്ട്, ബസ് ഉണ്ട്. കാറിന്റെ 2 സവിശേഷതകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. 4 5 പേർക്ക് യാത്ര ചെയ്യാം 4 ചക്രമുള്ള വണ്ടി എന്ന് തന്നിട്ടുണ്ട്. ഒരു സവിശേഷത കൂടി നമുക്ക് എഴുതി ചേർക്കണം കേട്ടോ. എന്തെഴുതാം? കരയിലൂടെ പോകുന്ന വാഹനം എന്നെഴുതാലോ. അതെഴുതാം. അടുത്തത് കണ്ടോ, തോണിയാണ് അല്ലേ. തോണി തുഴഞ്ഞു പോകുന്ന വാഹനം എന്ന് തന്നിട്ടുണ്ട്. ചക്രമില്ലാത്ത വാഹനം. പിന്നെ നമുക്ക് എന്തെഴുതാം? ഇന്ധനം വേണ്ടാത്ത വാഹനം എന്നും എഴുതാം കേട്ടോ. അടുത്തത് ബസ്സാണ്. ബസ്സിന്റെ കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം? ധാരാളം പേർക്ക് യാത്ര ചെയ്യാം 6 ചക്രമുള്ള വണ്ടി, കരയിലൂടെ പോകുന്ന വാഹനം. ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി നോക്കൂ കേട്ടോ, 2 ചോദ്യങ്ങളും കൂടി ഉണ്ട്. വാഹനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പറക്കും, ധാരാളം ആളുകൾക്ക് കയറാം. മനസ്സിലായില്ലേ? വിമാനമല്ലേ, വിമാനം. അടുത്തത് കുറേ മുറികളുണ്ട്, കുറേ ചക്രങ്ങളുണ്ട്, വലിയ വാഹനം എന്നാണ് അല്ലേ. ഏതാത്? മനസ്സിലായില്ലേ? തീവണ്ടി. അടുത്തത് പ്രവർത്തനം 14 പട്ടിക പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ നമുക്ക് പട്ടിക തന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെയാ എഴുതേണ്ടത്? ഇലക്കറികൾ, കായകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. ചുവടെ നമുക്ക് കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇലക്കറികൾ ഈ ചിത്രത്തിൽ ഏതൊക്കെയാണ് നോക്കൂ. ക്യാബേജ് ഉണ്ട് അല്ലേ, കോളിഫ്ലവർ ഉണ്ട്, ചീര അല്ലേ ഉള്ളത് ഇലക്കറികളിൽ പെടുന്നത്. കായ്കളിൽ പെടുന്നത് ഏതൊക്കെയാണ്? മത്തൻ, തക്കാളി, മുളക്. അടുത്തത് കിഴങ്ങുവർഗ്ഗങ്ങളാണ് അല്ലേ. കിഴങ്ങുവർഗ്ഗങ്ങൾ ഏതൊക്കെയാ അതില്? ക്യാരറ്റ്, ഉള്ളി, ചേന, ഉരുളക്കിഴങ്ങ്. അത്രയുള്ളത്. ഇനി എന്താണ്? ഇതിൽ പെടാത്തവ ഏതിനത്തിൽ പെടും എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പട്ടികയിൽ പെടാത്തവ ഏതെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടല്ലേ. ഏതൊക്കെയാ? ചക്ക ഉണ്ട്,
പിന്നെ മുന്തിരിയും കാണാണ്ട് അല്ലേ. ഇവ ഏത് ഇനത്തിലാണ് പെടുക? പഴവർഗ്ഗങ്ങളാണ് അല്ലേ, പഴങ്ങൾ എന്ന് എഴുതുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി വാവ് സ്വീറ്റ്സ്. ഇത് മാത്സിൽ നിന്നുള്ളതാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ സ്നാക്സ് ഈച്ച് പേഴ്സൺ ബോട്ട്, ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കണ്ടോ, ഈ കടയുടെ മുന്നിൽ ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പഫ്സിന് ₹14 ആണ്, ബനാന ഫ്രൈന് ₹7, ബിസ്ക്കറ്റിന് ₹3, ജിലേബിക്ക് ₹6, ലഡുവിന് ₹5. ഇനി രമേശ് വാങ്ങിയത് എന്തൊക്കെയാ? ബനാന ഫ്രൈയും ജിലേബിയാണ് കേട്ടോ. ബനാന ഫ്രൈന് എത്രയാ? ₹7 ആണ്, ജിലേബിക്ക് ₹6. ടോട്ടൽ എങ്ങനെയാ കാണുക? ടോട്ടൽ പ്രൈസ് എത്രയാ വരിക? 7 + 6 ആണ് അല്ലേ. +6 അറിയാലോ, എത്രയാ? 13 ആണ് എഴുതുക. ഇനി ആസിഫ് എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് നോക്കൂ. പഫ്സും ലഡു ആണ് അല്ലേ. പഫ്സിന് എത്രയാണ്? പ്രൈസ് ലിസ്റ്റ് നോക്കണം അല്ലേ. പ്രൈസ് ലിസ്റ്റ് നോക്കൂ, ₹14 ആണ്. ലഡുവിന് എത്രയാ? ₹5. എന്ത് ചെയ്യണം? ടോട്ടൽ കാണാനായിട്ട് ₹14 + ₹5 ചെയ്യണം അല്ലേ. ഇപ്പൊ 14 + 5 എത്രയാ വരിക? 19 ആണ്. നെക്സ്റ്റ് ഐറിൻ ആണ്. ഐറിൻ എന്തൊക്കെയാ വാങ്ങിയിരിക്കുന്നത്? ലഡു ഉണ്ട്, ബിസ്ക്കറ്റും വാങ്ങിയിട്ടുണ്ട് അല്ലേ. ലഡുവിന്റെ പ്രൈസ് എത്രയാ? ₹5. ബിസ്ക്കറ്റ് എത്രയാണ്? ₹3. അപ്പൊ ടോട്ടൽ പ്രൈസ് എത്രയാണ്? ₹5 + 3 അല്ലേ. എത്രയാ വരിക? 8 അല്ലേ. 8 എന്ന് എഴുതുക. നെക്സ്റ്റ് അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. ഗോപാൽ ബോട്ട് എ ബിസ്ക്കറ്റ് ആൻഡ് എ ജിലേബി. ഹി ഗേവ് ₹20 ടു ദ ഷോപ്പ് കീപ്പർ. ഹൗ മച്ച് മണി വിൽ ഗോപാൽ ഗെറ്റ് ബാക്ക്? അപ്പൊ പ്രൈസ് ഓഫ് എ ബിസ്ക്കറ്റ് എത്രയാണ്? ലിസ്റ്റ് നോക്കി നോക്കൂ. പ്രൈസ് ലിസ്റ്റ് നോക്കൂ. ₹3 ആണ് അല്ലേ. പ്രൈസ് ഓഫ് ജിലേബി എത്രയാണ്? ₹6 ആണല്ലോ. ₹6 ആണ്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എത്രയാ? ₹3 + ₹6 അല്ലേ. അപ്പോൾ എത്രയാ വരിക? 9 അല്ലേ. ഇനി എത്ര ഗോപാൽ കൊടുത്തത്? ഗോപാൽ ഗേവ് ₹20 ആണ് അല്ലേ. അപ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയാ വരിക? 20 - 9 ചെയ്യണം അല്ലേ. അപ്പോൾ എത്രയാ കിട്ടുക? 20 - 9 = 11. അപ്പോൾ 11 ആണ് ഗോപാലിന് തിരിച്ച് കിട്ടിയത് കേട്ടോ, ബാലൻസ് ആയിട്ട്. ഇവിടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പോർഷൻസ് നിങ്ങൾ നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ സമയത്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.